സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ നേരത്തെ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ഇംഗ്ലീഷിൽ ചെയ്തു കഴിഞ്ഞു. പലപ്പോഴും ഈ മത്സര പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ചിലപ്പോൾ ഈ ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രം പഠിച്ച ആൾക്കാരൊക്കെ പെട്ടെന്ന് ആദ്യമായിട്ട് ഓർമ്മയിൽ വരും മെക്കാളയുടെ മിനിറ്റാണ്. എനിക്കും ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ കുറെ കാലം അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം മെക്കാളയുടെ മിനിറ്റ് എന്ന രീതിയിൽ മനസ്സിൽ കൊണ്ട് നടന്നിരുന്നു. എന്നാൽ മെക്കാളയുടെ മിനിറ്റ് അല്ല ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുക, എന്നിട്ട് അതിന് അനുസരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നതൊക്കെ. പക്ഷെ അവർ ആദ്യമായിട്ട് മെക്കാളെ എന്ന് പറഞ്ഞൊരു വ്യക്തിയെയാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നിയോഗിച്ചത്. അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചു. പിന്നീട് ചാൾസ് വുഡ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ ചിന്തകനെ മറ്റൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടാണ് വുഡ്സ് ഡെസ്പാച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ ആദ്യമായിട്ടൊരു കമ്മീഷൻ എന്ന രീതിയിൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുന്നത് വില്യം ഹണ്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പാണ്. ആദ്യമായിട്ട് കമ്മീഷൻ എന്ന രീതിയിൽ, ഒരു ചെയർമാൻ, ആ ചെയർമാന്റെ കൂടെ കുറെ അംഗങ്ങൾ എന്ന രീതിയിൽ ആദ്യമായിട്ട് ഒരു കമ്മീഷൻ, വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാനുള്ള ഒരു കമ്മീഷൻ വരുന്നത് 1882 വില്യം ഹണ്ടറുടെ നേതൃത്വത്തിലാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന പേരിൽ ഹണ്ടർ കമ്മീഷൻ അറിയപ്പെടുന്നത്. ഈ ഹണ്ടർ കമ്മീഷൻ വരാനുള്ള ഒരു പശ്ചാത്തലം ആദ്യം നമ്മൾ അറിയണം. ഇന്ത്യയിൽ 1813 ആദ്യമായിട്ട് വിദ്യാഭ്യാസം, ആധുനിക വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ തീരുമാനമെടുക്കുന്നത്. അതിന്റെ ഭാഗമായി 1813 ഒരു ചാർട്ടർ പ്രസിദ്ധീകരിച്ചു. 1817 മറ്റൊരു ചാർട്ടർ പ്രസിദ്ധീകരിച്ചു. 1834 മെക്കാളയെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. 1835 അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചു. പിന്നീട് 1884 ചാൾസ് വുഡിന്റെ ഡെസ്പാച്ച് വന്നു. അപ്പൊ ഇതിനിടയിൽ ആ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിലേക്ക് ഒരുപാട് ക്രിസ്ത്യൻ മിഷനറിമാർ വന്നു. അപ്പൊ ഈ മിഷനറിമാരുടെ അവരുടെ പ്രവർത്തനം പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരുന്നത് ആരോഗ്യ രംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തുമായിരുന്നു. അപ്പൊ ക്രിസ്ത്യൻ മിഷനറിമാർ ഗവൺമെന്റിന് മുന്നിൽ പരാതി പറഞ്ഞുകൊണ്ടിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ നിലവിലുള്ള നയം മാറ്റേണ്ടതുണ്ട്. ഗവൺമെന്റ് പ്രൈമറി തല വിദ്യാഭ്യാസത്തിൽ കേന്ദ്രീകരിക്കുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സെക്കൻഡറി തല വിദ്യാഭ്യാസം സ്വകാര്യ സംഘടനകൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള കുറെ പരാതികളാണ് ക്രിസ്ത്യൻ മിഷനറിമാർ മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് റിപ്പൺ വില്യം ഹണ്ടർ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു വിദ്യാഭ്യാസ ചിന്തകന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ രൂപീകരിക്കുകയും അവരോട് വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കേണ്ട നടപടിക്രമങ്ങളെ കുറിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വില്യം ഹണ്ടറുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ സമർപ്പിച്ച ഈ റിപ്പോർട്ടാണ് 1882. ഞാൻ അവിടെ ടൈറ്റിലിൽ 1854 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സോറി, മാറ്റാൻ മറന്നുപോയതാണ്. 1882 ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. വളരെ പ്രത്യേകതകൾ നിറഞ്ഞ പല നിർദ്ദേശങ്ങളും ഹണ്ടർ കമ്മീഷൻ മുന്നോട്ട് വെക്കുകയുണ്ടായി. അവരുടെ ഒന്നാമത്തെ നിർദ്ദേശം നമ്മൾ നേരത്തെ കണ്ടു. ക്രിസ്ത്യൻ മിഷനറിമാരുടെ ഒരു പരാതി, ഗവൺമെന്റ് പ്രൈമറി തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നായിരുന്നു. അതിനോടനുബന്ധിച്ച ഒരു നിർദ്ദേശം തന്നെയാണ് ഹണ്ടർ കമ്മീഷൻ ആദ്യമായി മുന്നോട്ട് വെച്ചത്. ഗവൺമെന്റ് പ്രൈമറി തല വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും
പ്രാദേശിക റവന്യൂ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ഭാഗം ഈ പ്രൈമറി തല വിദ്യാഭ്യാസ രംഗത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി പ്രത്യേകമായി മാറ്റിവെക്കണം. അതിനുവേണ്ടി മാത്രമായിട്ട് പ്രാദേശിക റവന്യൂ വരുമാനത്തിന്റെ ഒരു ഭാഗം നീക്കി വെക്കണം എന്നൊരു നിർദ്ദേശം. നേരത്തെ ഞാൻ ഈ ചോദ്യം ചോദിച്ചു, ഞാൻ ജസീലിനോട് ചോദിച്ചപ്പോൾ ജസീൽ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇതൊരു വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാകുന്നത്. അപ്പൊ ജസീൽ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസം തുടങ്ങുന്ന സമയത്ത് ഒരു അടിത്തറ ഉണ്ടാക്കേണ്ടതുണ്ട്. ആ അടിത്തറയിൽ നിന്നാണ് പിൽക്കാലത്ത് ഉന്നത വിദ്യാഭ്യാസം കുട്ടി നേടിയെടുക്കേണ്ടത്. അടിത്തറ ശരിയല്ലെങ്കിൽ ബിൽഡിംഗ് അങ്ങനെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. കുട്ടിക്കാലത്ത് ശരിയായ രീതിയിൽ എഴുതാനും വായിക്കാനും ചിന്തിക്കാനും പഠിക്കാത്ത ആളുകൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വലിയൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ പലപ്പോഴും BEdന് വരുന്ന കുട്ടികൾക്ക് പോലും ശരിയായ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഇല്ലാതെ എഴുതാൻ സാധിക്കാത്ത ആളുകളെ കണ്ടിട്ടുണ്ട്. വളരെ ലളിതമായ ചോദ്യങ്ങൾക്ക് പോലും പരിപൂർണമായ വാചകങ്ങൾ ഉപയോഗിച്ച് ഉത്തരം എഴുതാൻ കഴിയാത്ത ആളുകളൊക്കെ പലപ്പോഴും വാല്യുവേഷനിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അഥവാ നമ്മൾ പ്രൈമറി തലം മുതൽ SSLC വരെ എല്ലാവരെയും ജയിപ്പിച്ചു വിടുക എന്ന ഒരു രീതിയിൽ പരമാവധി റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് കുട്ടികളുടെ ക്വാളിറ്റി വർദ്ധിപ്പിച്ച് റിസൾട്ട് ഉണ്ടാക്കുന്നതിന് പകരം എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാവരെയും ജയിപ്പിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരമില്ലാതാവും. അതുകൊണ്ട് ആ പ്രൈമറി തലത്തിൽ ഒരു ബേസ് അടിത്തറ രൂപീകരിക്കുന്ന ഘട്ടത്തിലാണ് വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അവിടെയാണ് ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടത് എന്ന കാഴ്ചപ്പാടിൽ നിന്നായിരിക്കണം വില്യം ഹണ്ടറുടെ കമ്മീഷൻ ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഞാൻ കേട്ടിട്ടുണ്ട് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പ്രൈമറി തലത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്കാണ് കൂടുതൽ സാലറി എന്ന്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നല്ല കഴിവുള്ള ആൾക്കാരൊക്കെ കൂടുതൽ സാലറി കിട്ടുന്നതിന് വേണ്ടി മറ്റു ജോലികൾ തേടിപ്പോകും. കോളേജിൽ പഠിപ്പിക്കാൻ പോകും, പ്രൈമറി തലത്തിൽ പഠിപ്പിക്കാൻ ആളുണ്ടാവില്ല. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നായിരിക്കാം. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ മുന്നോട്ട് വെച്ച മറ്റൊരു നിർദ്ദേശമാണ് ജില്ലാ തലത്തിലോ അതുപോലെ തന്നെ മുനിസിപ്പൽ തലത്തിലോ ഉള്ള കൗൺസിലുകൾക്ക് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഈ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ പ്രൈമറി തല വിദ്യാഭ്യാസത്തിന്റെ പാഠ്യപദ്ധതി അഥവാ കരിക്കുലം തയ്യാറാക്കാനുള്ള സ്വാതന്ത്ര്യം അഥവാ അവകാശം കൊടുക്കണം എന്ന്. സോറി, എന്റെ ക്യാമറയിൽ ചെറിയ പ്രശ്നം. അപ്പൊ അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. ഇത് ഇവിടെയും അധികാര വികേന്ദ്രീകരണമാണ് വരുന്നത്. മാത്രമല്ല പ്രാദേശിക തലത്തിലുള്ള ആളുകൾക്കാണ് അവരുടെ സമൂഹവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അറിയുക എന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നൊക്കെ ആയിരിക്കണം ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. രണ്ടാമത്തെ നിർദ്ദേശവും നേരത്തെ ക്രിസ്ത്യൻ മിഷനറിമാർ മുന്നോട്ട് വെച്ച പരാതികളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു നിർദ്ദേശമാണ്. അഥവാ ഗവൺമെന്റ് സെക്കൻഡറി തല വിദ്യാഭ്യാസത്തിൽ നിന്നും പിൻവാങ്ങുകയും സെക്കൻഡറി തല വിദ്യാഭ്യാസം സംഘടിപ്പിക്കാനുള്ള നടത്താനുള്ള അവകാശം സ്വകാര്യ ഏജൻസികൾക്ക് പ്രൈവറ്റ് ഏജൻസികൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറയുന്ന മറ്റൊരു നിർദ്ദേശം. ഇതാണ് രണ്ടാമതായി മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം ഹണ്ടർ കമ്മീഷൻ. അപ്പൊ അത് ഒരു തലത്തിൽ നോക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഭാരം കുറയ്ക്കുക എന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൂടി ആയിരിക്കണം ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പരമാവധി ഗവൺമെന്റ് എന്ത് ചെയ്യുക, ഗവൺമെന്റിന്റെ വരുമാനത്തിന്റെ ഒരു ഭൂരിഭാഗവും പ്രൈമറി തല വിദ്യാഭ്യാസത്തിന് വിട്ടുകൊടുക്കുക, സെക്കൻഡറി തല വിദ്യാഭ്യാസം പ്രൈവറ്റ് ഏജൻസികൾക്ക് കൊടുക്കുമ്പോൾ ഗവൺമെന്റിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും പ്രൈമറി തലം എന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നായിരിക്കാം. അതുപോലെ തന്നെ മറ്റൊരു നിർദ്ദേശം ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ സെക്കൻഡറി തല വിദ്യാഭ്യാസത്തിൽ മുഖ്യധാരാ വിദ്യാഭ്യാസം മാത്രമായിരിക്കരുത് ഉണ്ടാക്കുന്നത്, മറിച്ച് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൂടി നൽകണം. കാരണം സെക്കൻഡറി തല വിദ്യാഭ്യാസം കഴിയുമ്പോഴേക്കും തന്നെ അഥവാ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുന്നില്ലെങ്കിലും എന്തെങ്കിലും ഒരു തൊഴിൽ എടുത്ത് ജീവിക്കാനുള്ള പ്രാപ്തി അവർക്ക് ഉണ്ടാക്കണം എന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നായിരിക്കാം ഇത്തരം ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത്.
പിന്നീട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശം, വിദ്യാഭ്യാസത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി, അഥവാ വിദ്യാഭ്യാസം കൂടുതൽ പ്രചാരത്തിൽ വരുത്തണമെങ്കിൽ, വിദ്യാഭ്യാസം പ്രചരിപ്പിക്കണമെങ്കിൽ ഗവൺമെന്റ് മാത്രം ഉദ്ദേശിച്ചാൽ നടക്കില്ല എന്നൊരു കാഴ്ചപ്പാട്. അത് പ്രൈവറ്റ് ഏജൻസികൾ മുന്നോട്ട് വരണം. അപ്പൊ പ്രൈവറ്റ് ഏജൻസികൾക്ക് വിദ്യാഭ്യാസം നടത്താനുള്ള വിദ്യാഭ്യാസം സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും നടത്താനുമുള്ള പ്രോത്സാഹനം നൽകണം, പ്രചോദനം നൽകണം. ഗവൺമെന്റ് പിന്മാറി പ്രൈവറ്റ് ഏജൻസികൾക്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗവൺമെന്റ് പിന്മാറി ഒരു പരസ്യം കൊടുത്താൽ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞ പോലെ ചിലപ്പം ആളുകൾ മുന്നോട്ട് വരണമെന്നില്ല. വിദ്യാഭ്യാസം നടത്തേണ്ടതിന്റെ ആവശ്യകതകളെ കുറിച്ചുമൊക്കെ ബോധിപ്പിച്ച് സമൂഹത്തിലുള്ള സ്വകാര്യ വ്യക്തികളെയും അതുപോലെ തന്നെ സ്വകാര്യ ക്ലബ്ബുകളെയും സ്വകാര്യ സംഘടനകളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. ഇതായിരുന്നു മറ്റൊരു നിർദ്ദേശം. പിന്നെ ഒരു നിർദ്ദേശമാണ്, ഈ പരമ്പരാഗത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് ഗവൺമെന്റ് 1813 മുതൽ സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. 1813 1 ലക്ഷം രൂപ, 1813 ചാർട്ടർ ആക്ട് പ്രകാരം 1 ലക്ഷം രൂപയും, പിന്നീട് 1817 2ാം ചാർട്ടർ ആക്ട് പ്രകാരം അത് 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. മെക്കോളെ വന്നപ്പോൾ അത് വേണ്ട, പരമ്പരാഗത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് കൊടുക്കുന്ന സാമ്പത്തിക സഹായം അത് നിർത്തലാക്കി ആ തുക കൂടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി, ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ മെക്കാളയുടെ മിനിറ്റ് തികഞ്ഞ ഒരു പരാജയമായിരുന്നു ഇന്ത്യയിൽ എന്ന് നമ്മൾ കണ്ടതാണ്. പിന്നീട് ചാൾസ് വുഡ് വന്നപ്പോൾ ആ സാമ്പത്തിക സഹായം നിർത്തലാക്കിയത്, ആ തീരുമാനം റദ്ദാക്കി പരമ്പരാഗത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് സഹായം കൊടുക്കുന്നത് പുനരാരംഭിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഹണ്ടർ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ? ക്യാമറ ചെറിയൊരു ഡിലേ ആകുന്നുണ്ടെന്നാണ് ചോദിച്ചത്. ശരി. അപ്പൊ അങ്ങനെ ഈ ഒരു സാമ്പത്തിക സഹായം, അതിനെക്കുറിച്ചുള്ള ഒരു നിർദ്ദേശമാണ് അടുത്തതായിട്ട് ഹണ്ടർ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത്. ഹണ്ടർ കമ്മീഷന്റെ അഭിപ്രായത്തിൽ ഈ സാമ്പത്തിക സഹായം കൊടുക്കുന്നത് പേയ്മെന്റ് ബൈ റിസൾട്ട് എന്ന മാനദണ്ഡം വെച്ചിട്ടായിരിക്കും. അഥവാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പരമ്പരാഗത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവിടെ പഠിക്കുന്ന കുട്ടികളിൽ ഭൂരിഭാഗം ആളുകൾക്കും നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള സാമ്പത്തിക സഹായം നൽകിയാൽ മതി എന്ന നിർദ്ദേശം. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. കാരണം നമ്മളിങ്ങനെ പരമ്പരാഗത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്കൊക്കെ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ പരമ്പരാഗത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ആളുകൾ ഇത്തരം ഒരു സാമ്പത്തിക സഹായത്തിന് വേണ്ടിയും അപേക്ഷിക്കും. അപ്പൊ അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്ന് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് മറ്റു പലതിനും ഉപയോഗിക്കാം. മാത്രമല്ല, റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാമ്പത്തിക സഹായം ലഭിക്കൂ എന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും റിസൾട്ട് മികച്ചതാക്കാനുള്ള കഠിനാധ്വാനം നടത്തുകയും ആത്മാർത്ഥമായി അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിരുന്നത് ഹണ്ടർ കമ്മീഷന്റെ. ഇങ്ങനെയുള്ള സാമ്പത്തിക സഹായം നൽകുന്നത് ഓരോ സ്ഥാപനത്തിലെയും റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം എന്ന് പറയുന്ന നിർദ്ദേശം. പിന്നെ മറ്റൊരു നിർദ്ദേശമായിരുന്നു
ഈ ഗ്രാൻഡ് ഇൻ എയ്ഡ് സിസ്റ്റം അഥവാ ഈ സാമ്പത്തിക സഹായം എന്ന് പറയുന്നത് പരമ്പരാഗത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് മാത്രമായിരിക്കരുത്, അതുപോലെ ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് മാത്രമായിരിക്കരുത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്വകാര്യ ഏജൻസികളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വകാര്യ ഏജൻസികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മീറ്റിംഗ് വിളിച്ചിട്ട് നിങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി പ്രവർത്തിക്കണം, നിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങണം, നമുക്ക് ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ മാത്രമൊന്നും സ്വകാര്യ ഏജൻസികൾ മുന്നോട്ട് വരില്ല. അവർക്ക് ഗവൺമെന്റ് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ നൽകണം, എന്നാൽ മാത്രമേ അവർ മുന്നോട്ട് വരൂ. അപ്പൊ അതുകൊണ്ട് അടുത്ത ഒരു നിർദ്ദേശമാണ് ഈ സാമ്പത്തിക സഹായം സ്വകാര്യ കോളേജുകൾക്ക് കൂടി കൊടുക്കണം എന്ന് പറയുന്ന നിർദ്ദേശം. പിന്നെ ഒരു നിർദ്ദേശമാണ്, ഇതും വളരെ നവീനമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര പുതുമയുള്ളതല്ല, പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ പുതുമയുള്ള ഒരു നിർദ്ദേശമായിരുന്നു. അഥവാ പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ, അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾക്ക് അതിനു വേണ്ട സ്കോളർഷിപ്പുകൾ നൽകണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം. അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വിദ്യാഭ്യാസം തുടങ്ങിയ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ തന്നെ പല വിദേശ രാജ്യങ്ങളിലും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കാനുള്ള, ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ്, കുറെ മെസ്സേജുകൾ വരുന്നുണ്ട്. പലരും പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട് ടെക്നിക്കൽ എറേഴ്സ് കാരണം. ഓഫ്ലൈൻ ക്ലാസ് എല്ലാ ദിവസവും റെഗുലറായിട്ട് തുടങ്ങുമെന്നൊരു തീരുമാനം വരികയാണെങ്കിൽ നമ്മുടെ ഈ ടെക്നിക്കൽ എറേഴ്സിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി ഇത്തരം വിദ്യാർത്ഥികൾക്ക്, യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് പുറം രാജ്യങ്ങളിൽ പോയി പഠിക്കാനുള്ള സ്കോളർഷിപ്പുകൾ നൽകണം എന്ന് പറയുന്ന മറ്റൊരു നിർദ്ദേശം. അതുപോലെ തന്നെ വേറൊരു നിർദ്ദേശം കാണുന്നത്, മുസ്ലിം സമുദായത്തിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി പ്രത്യേകമായ നടപടികൾ സ്വീകരിക്കണം, പ്രത്യേകമായ ശ്രദ്ധ അക്കാര്യത്തിൽ പതിപ്പിക്കണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം. ഇതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ് എന്ന് നമ്മൾ ആ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കേണ്ടി വരും. പലപ്പോഴും അന്നത്തെ കാലത്ത് മുസ്ലിം നേതാക്കൾ, സമുദായ നേതാക്കൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടരുത് എന്ന് അതിലുള്ള അണികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന് പലപ്പോഴും ചരിത്രത്തിൽ കാണാറുണ്ട്. ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പ് മൂലം ആണ് അങ്ങനെ ചെയ്തിരുന്നത് എന്നൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർ പിന്നോക്കം നിന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു പ്രശ്നം ബ്രിട്ടീഷുകാർ പലപ്പോഴും ചെയ്തിട്ടുള്ളത്, ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ കിട്ടിയ ഭൂരിഭാഗം ആളുകളും ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നിട്ടുണ്ട്. നമ്മൾ അപൂർവമായിട്ട് മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചിട്ട് ആളുകൾ പിൽക്കാലത്താണ് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച മഹാന്മാരായ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടാണ് പിൽക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ആളുകൾ പങ്കെടുക്കുന്നത്. ആദ്യ കാലഘട്ടത്തിൽ മിക്കവാറും ബ്രിട്ടീഷ് വിദ്യാഭ്യാസം കിട്ടിയ ആളുകളൊക്കെ അവരുടെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. അത് ചരിത്രത്തിൽ നമുക്ക് പലപ്പോഴും അത് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി തങ്ങൾക്ക് അനുകൂലമായിട്ട് ഇന്ത്യൻ സാമൂഹിക കാഴ്ചപ്പാടിനെ മാറ്റിയെടുക്കണമെങ്കിൽ ഏറ്റവും നല്ലത് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതാണ്, ആധുനിക വിദ്യാഭ്യാസം കൊടുക്കുന്നതാണ് എന്നൊരു കാഴ്ചപ്പാടായിരിക്കണം ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിട്ടുള്ളത്. ആ കാഴ്ചപ്പാടിന്റെ ഫലമായിട്ട് ഇവർ മാറി നിൽക്കുന്നത് കൊണ്ട് ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് കരുതിയിട്ടാകാം. അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിലെ ചേതോവികാരം എന്നറിയില്ല. ഇനി വില്യം ഹണ്ടറും ആ
കമ്മീഷനിലുണ്ടായിരുന്ന ആളുകളും എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണം എന്ന കാഴ്ചപ്പാട് ഉള്ളവരായിരുന്നത് കൊണ്ടാകാം പിറകിൽ നിൽക്കുന്ന ആൾക്കാരെ കൂടി മുന്നോട്ട് കൊണ്ടുവരണം എന്ന കാഴ്ചപ്പാടിൽ നിന്നുമൊക്കെ ആകാം. അത് നിങ്ങൾക്ക് അതിനെ നോക്കിക്കാണാം, നിങ്ങളുടേതായിട്ടുള്ള ചിന്താ രീതി ഉപയോഗിച്ച് അതിനെ നിങ്ങൾക്ക് വിശകലനം ചെയ്യാം. ഏതായാലും ഹണ്ടർ കമ്മീഷൻ ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതായിട്ട് കാണുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ പതിപ്പിക്കണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശവും അവിടെ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. അവസാനത്തെ നിർദ്ദേശം ക്രിസ്ത്യൻ മിഷനറിമാർക്ക് ഒരു ഇരുട്ടടി നൽകിയതുപോലെയുള്ള ഒരു നിർദ്ദേശമാണ്. ഈ കമ്മീഷൻ വരാനുള്ള കാരണം ക്രിസ്ത്യൻ മിഷനറിമാരാണ്. ക്രിസ്ത്യൻ മിഷനറിമാർ കമ്പനിയോട് ആവശ്യപ്പെട്ടു, ഒരു വിദ്യാഭ്യാസത്തെ കുറിച്ച് കൂടുതൽ പഠിക്കണം, എന്നിട്ട് വിദ്യാഭ്യാസ രംഗത്തേക്ക് പ്രൈവറ്റ് ഏജൻസികളെ കടന്നു വരാൻ പ്രേരിപ്പിക്കണം, ഗവൺമെന്റ് പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, സെക്കൻഡറി തല വിദ്യാഭ്യാസം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കണം എന്നൊക്കെ ക്രിസ്ത്യൻ മിഷനറിമാർ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായിട്ടാണ് വില്യം ഹണ്ടറുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ രൂപീകരിച്ചത്. എന്നാൽ വില്യം ഹണ്ടർ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം, ഇങ്ങനെ സ്വകാര്യ വ്യക്തികൾക്ക് സെക്കൻഡറി തല വിദ്യാഭ്യാസം സംഘടിപ്പിക്കാൻ, സ്ഥാപിക്കാൻ, അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുവാദം കൊടുക്കുമ്പോൾ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ടത് ക്രിസ്ത്യൻ മിഷനറിമാർക്കല്ല, മറിച്ച് പ്രാദേശികമായ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഏജൻസികൾക്കാണ് എന്ന ഒരു നിർദ്ദേശം. അപ്പൊ നേരത്തെ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഡെമിറ്റ് ഇവിടെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ വികാരവും അവരുടെ താല്പര്യങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ സാംസ്കാരിക സാമൂഹിക പശ്ചാത്തലങ്ങളും പ്രത്യേകതകളൊക്കെ കൂടുതൽ അറിയുന്നത് പ്രാദേശികമായിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള ഏജൻസികൾക്കായിരിക്കും. അപ്പൊ അവർക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ സാമൂഹികമായിട്ടുള്ള താല്പര്യങ്ങൾക്കനുസരിച്ച് സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലങ്ങൾക്കനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിൽ വരുത്താൻ അവർക്ക് സാധിക്കും എന്നതുകൊണ്ടായിരിക്കണം ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടാകുക എന്ന ഒരു അഭിപ്രായം ഡെമിറ്റ് നേരത്തെ പറയുകയുണ്ടായി. അപ്പൊ ഇത്രയും നിർദ്ദേശങ്ങളാണ് ഹണ്ടർ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഈ മീറ്റിംഗിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം പുതിയ മീറ്റിംഗുമായി വളരെ പെട്ടെന്ന്